ഭിന്നലിംഗ വിഭാഗക്കാരായ ശീതൾ, ദീപ്തി, സോനു എന്നിവരെ മോഡലുകളാക്കിക്കൊണ്ടുള്ള ഫോട്ടോകളുടെ പ്രദർശനമാണ് ട്രാൻസ് എന്ന പേരിൽ എറണാകുളത്തെ ദർബാർ ആർട്ട് ഗാലറിയിൽ നടക്കുന്നത്. ഒരുപക്ഷെ ഭിന്നലിംഗക്കാരെ മോഡലുകളാക്കിക്കൊണ്ടുള്ള ഫോട്ടോഗ്രാഫി കേരളത്തിൽ ഇതാദ്യമായിട്ടാണെന്ന് പറയാം. വ്യത്യസ്തങ്ങളായ 8 ഫോട്ടോകളാണ് പ്രദർശനത്തിലുള്ളത്. അല്ല, ഇവരും ആരും തന്നെ മോഡൽസ് അല്ല. ഇവർ വെറും സാധാരണ ആൾക്കാർ തന്നെയാണ്. ഇവർ സാധാരണ ജോലികൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. കൂടുതലും ഡാൻസാണ് ഇവർ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭിന്നലിംഗക്കാരോട് സമൂഹം വെച്ചു പുലർത്തുന്ന നല്ലതല്ലാത്ത മനോഭാവത്തെയും ഇവരുടെ തന്നെ കാഴ്ചപ്പാടിലെ സമൂഹത്തെയും കുറിച്ചുള്ള ഒരു പ്രകാശനം തന്നെയാണ് ഈ ഫോട്ടോ പ്രദർശനം. കാലത്തോട് സംവദിക്കുന്നുവെന്നത് തന്നെയാണ് ഈ പ്രദർശനത്തിന്റെ പ്രത്യേകതയായി എടുത്തു പറയാനുള്ളത്. ഭിന്നലിംഗക്കാർ നേരിടുന്ന അവഗണനകളെ വകഞ്ഞുമാറ്റിക്കൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഈ കൂട്ടരെ കൊണ്ടുവരാൻ ഈ മോഡലിംഗ് ഒരു ഉത്തമ മാതൃകയായി തന്നെ മാറിയിരിക്കുന്നു. സോ എന്നെപ്പോലുള്ളവർക്കും മനസ്സിലാവില്ല. എന്നെപ്പോലെന്ന് വെച്ചാൽ ഐ എം എ ട്രാൻസ്ജെൻഡർ. മറ്റുള്ള എല്ലാവരെ പോലെ സാധാരണക്കാരെ ഞങ്ങളും മുന്നോട്ട് വരുത്താൻ ഓരോ സാഹചര്യങ്ങളും ചാൻസ് ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ എത്തിയിരിക്കും. തങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ ഗ്രാഫ് ഉയർത്താൻ ഈ മോഡലിംഗ് സഹായിച്ചിട്ടുണ്ടെന്ന അഭിപ്രായമാണ് ഇവർക്കുള്ളത്. പ്രദർശനം കണ്ട ആളുകൾ നേരിൽ വന്നു കണ്ട് പരിചയപ്പെടുന്നുണ്ടെന്ന് ഇവർ പറയുന്നു. മനസ്സും ശരീരവും ആഗ്രഹിക്കുന്ന ജീവിത രീതികൾ പിന്തുടരാനാണ് ഇവർ ആഗ്രഹിച്ചിട്ടുള്ളതെന്നും ഇവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. പുരുഷനായി ജനിച്ച് സ്ത്രീയെപ്പോലെ ജീവിക്കേണ്ട സാഹചര്യം വന്നപ്പോഴും കൂടുതലായെന്തോ നേടിയെടുത്തതിന്റെ സന്തോഷമാണ് തങ്ങൾക്കുണ്ടായിട്ടുള്ളതെന്നും ഇവർ പറയുന്നു. നഷ്ടപ്പെട്ടു എന്ന് തോന്നില്ല. എൻ്റെ മനസ്സിൽ ചെറുപ്പം മുതൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നല്ലോ പെൺകുട്ടി ആവണം എന്നുള്ളത്. അത് നേടിയെടുത്തു. ലിംഗമാറ്റത്തിനും രൂപാന്തരണത്തിനുമെല്ലാമായി ലക്ഷക്കണക്കിന് രൂപയാണ് ഇവർക്ക് ചിലവഴിക്കേണ്ടി വന്നത്. അവഗണനകൾക്കിടയിലും ആത്മവിശ്വാസത്തോടെ പുതിയ രംഗങ്ങളിൽ കഴിവ് തെളിയിക്കുകയാണ് ഇവർ. ജോസഫ് മാർട്ടിൻ, ദൂരദർശൻ ന്യൂസ്, കൊച്ചി.